നാട്ടിലൊക്കെ ഇത് മാമ്പഴങ്ങളുടെ സീസണല്ലേ. ഇവിടെ മാമ്പഴം കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കണം കേട്ടോ. ചേട്ടായി കഴിഞ്ഞ ദിവസം കുറച്ച് മാമ്പഴം കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എവിടെ നോക്കിയാലും മാമ്പഴ പുളിശ്ശേരിയാണ്, അപ്പോൾ ഒരു മാമ്പഴ പുളിശ്ശേരി അങ്ങ് ഉണ്ടാക്കാന്നേ. നാട്ടുമാമ്പഴം ഇട്ട് വെച്ചാലാണ് ഏറ്റവും രുചി. പക്ഷെ നമുക്കത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ മൂവാണ്ടൻ മാമ്പഴം തന്നെ എടുത്തു കേട്ടോ. കുറച്ചൊക്കെ എൻ്റെ വായിലേക്കും പോകുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയാണല്ലോ. എനിക്കിങ്ങനെ മധുരമുള്ള കറികളോട് ഭയങ്കര പ്രിയമാണ് കേട്ടോ, ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. മാമ്പഴമൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. സൈഡിൽ ഞാൻ ശർക്കരപ്പാനിയും തയ്യാറാക്കി കേട്ടോ. ഇനി അരപ്പിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നാളികേരവും തൈരും കൂടെ ചേർത്ത് നല്ലപോലെ പേസ്റ്റ് കണക്കിന് അരച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ജീരകം ഒന്നും ചേർക്കണില്ല, അപ്പോൾ നമ്മുടെ ആ പുളിശ്ശേരിയുടെ രുചി അങ്ങ് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. ഇത് നല്ലപോലെ പേസ്റ്റ് കണക്കിന് അരച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ മാമ്പഴം പാതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് ഒരു പൊടിക്കൈയായിട്ട് കുറച്ച് നെയ്യും കൂടെ ഇടുക കേട്ടോ. ഇനി നെയ്യ് കിടന്ന് മാമ്പഴം ഒന്ന് വെന്ത് വരുമ്പോൾ നല്ലൊരു മണം അങ്ങ് വരുവേ. ഇനി തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് തൈരിൻ്റെ തേങ്ങയുടെ ആ ഒരു അരപ്പ് ചേർക്കുക കേട്ടോ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഓഫ് ചെയ്യാൻ മറക്കല്ല. ഇനി കടുക് താളിക്കുക. അതിനായിട്ട് നെയ്യിലേക്ക് തന്നെ വറവിടണം കേട്ടോ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കടുകും മറ്റൻമുളകും കറിവേപ്പിലയും താളിച്ച് പുളിശ്ശേരിക്കകത്തിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. മണം വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒന്നും പറയാനില്ല മക്കളെ, കിടിലൻ ടേസ്റ്റ്. അപ്പോൾ പുളിശ്ശേരിയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കങ്ങ് അത്താഴം കഴിച്ചേക്കാം. ഞാൻ അത്താഴം കഴിച്ചു കേട്ടോ. നല്ല കുത്തിരിച്ചോറും മാമ്പഴ പുളിശ്ശേരിയും പപ്പടവും സൈഡായിട്ട് ചിക്കൻ കറികളൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് അങ്ങ് ഊണ് കഴിച്ചു കേട്ടോ. ഒന്നും പറയാനില്ല മക്കളെ, കിടിലൻ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ പോട്ടെ, ബൈ.